രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. സത്യം പാലിക്കുക എന്നത് രാമകഥയിലെ അടിസ്ഥാന തത്വമാണ്. സജ്ജനങ്ങൾ നരകത്തേക്കാൾ പേടിക്കുന്നത് അസത്യത്തെയാണ് എന്നാണ് ശ്രീരാമൻ പറയുന്നത്. സത്യപ്രതിജ്ഞ തന്നെ നടത്തി അധികാരത്തിലേറുന്നവരും മറ്റും പറഞ്ഞതിന് വിരുദ്ധമായി കാര്യങ്ങൾ നടത്തുന്ന ഈ കാലത്ത് സത്യത്തിലൂന്നുന്ന രാമായണ തത്വം ഏറെ പ്രസക്തവുമാണ്. ഏറെ അറിവുകളാൽ സമ്പന്നമായതും അനുഗ്രഹദായകവുമായ രാമായണത്തിന്റെ ഇന്നത്തെ ഭാഗം നമുക്കായി പാരായണം ചെയ്യുന്നത് തൊമ്മൻകൊത്ത സ്വദേശിനിയായ മലമ്പുറത്ത് രാജമ്മയും പാരായണ ഭാഗത്തെ വ്യാഖ്യാനിച്ചു തരുന്നത് സ്വാമി അയ്യപ്പദാസുമാണ്. ഇന്ന് കർക്കിടക മാസം 22 ചൊവ്വാഴ്ച യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. രാമായണത്തിലെ ഏറ്റവും അവസാന കാണ്ഡമാണ് യുദ്ധകാന്ഡം. നമുക്കത് എപ്രകാരം എന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ പാരായണത്തിന് ആധാരമായിട്ടുള്ള ഭാഗങ്ങൾ രാമാദികളുടെ നിശ്ചയം, അതിനുശേഷം ലങ്കാ വിവരണം, യുദ്ധയാത്ര, ഇത്രയും ഭാഗമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രയും വേഗം സമുദ്രതരണം എപ്രകാരമെന്ന് ചിന്തിക്കണം. സകരനെ അഥവാ വരുണനെ വിളിച്ച് വഴി ആവശ്യപ്പെടാം എന്നായിരുന്നു ആദ്യത്തെ നിശ്ചയം. അല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ടായാലും നേടാം എന്ന് പറഞ്ഞതിന് പ്രകാരം ഏതൊന്നും തീരുമാനിക്കാം. ലങ്കയുടെ പൂർണ്ണ വിവരണം നീ എനിക്ക് നൽകണം എന്ന് മാരുതിയോട് ശ്രീരാമൻ ആവശ്യപ്പെട്ടു. ലങ്കയുടെ പൂർണ്ണ വിവരം നൽകാൻ, തുടർന്ന് എത്രയും വേഗം ലങ്കയിൽ എത്തിച്ചേരാം, മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കണം. അതിനേതാണ് മാർഗം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ലങ്കയുടെ വിവരണത്തിൽ ത്രികുടാദ്രിയുടെ മുകളിൽ 700 യോജന വിസ്തൃതിയിലാണ് ലങ്കാപുരം നിൽക്കുന്നത്. കോടിക്കണക്കിന് പടയാളികൾ ലങ്കയ്ക്ക് കാവലായിട്ടുണ്ട്. 4 ഗോപുരങ്ങളിലും ദശലക്ഷക്കണക്കിന് പടയാളികൾ കാവൽ നിൽക്കുന്നു. അത്ര എളുപ്പമല്ല ലങ്ക ഭേദിച്ചകത്ത് പ്രവേശിക്കുക എന്നുള്ളത്. കൃത്യമായ മാർഗവും രൂപവും വഴിയും ഹനുമാൻ രാമദേവനോട് വിവരിച്ച് തന്നെ നൽകി. ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അമേജ്ഞവസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമരമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ.
ശ്രീരാമനാമം പാടി വന്ന പങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിവിടുമടിയാതെ. ശാരിക പൈതലാനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ രാമ നാരായണ രാമ, നാരായണ രാമ നാരായണ ഹരേ. രാമ രമ രമണ ശ്രീലോകീപദേ, രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ, രാമ ലോകാഭിരാമ പ്രവണാത്മക, രാമ നാരായണാത്മരാമ ഭൂപദേ. രാമകഥാമൃതപാനപൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിനിയും ചാരു രാമായണയുദ്ധം മനോഹരം. യുദ്ധമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ, ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ, ചന്ദ്രകാമന്ദിസ്മന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രാനനെ ചെവിതന്നോ മുദാ രാമചന്ദ്ര ചരിതം പവിത്രം ശൃണു പ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ, താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാലരുൾ ചെയ്തിതാദരാൽ. ദേവകളാലും അസാധ്യമായുള്ളൊന്നോ കേവലം മാരുതി ചെയ്തതോർക്കും വിധവും. ചിത്തേ നിരൂപിക്കാപോലുമശകാഗ്യമാമപ്തി ശതയോജനായതാശ്രമം. ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു, ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനോ മെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം. വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകരചക്രാധിപരിപൂർണ മുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി. രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനാ രാമയം തീരുമാറാശു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദാ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു, ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരെ കാണായ വാനര സഞ്ജയം. വഗ്നിയിൽ ചാടണമെന്നു ചൊൽകിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരിധിയെ കടപ്പാനുപായം വാർക്ക നേരാമിനി കളയാതെ രഘുപതേ.
ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതോ രാഘവ നിന്തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്യുക ജലനിധിയെ സ്വത്വരം സേതു ബന്ധിക്കലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയാനിതമിത്രപുത്രോക്തികളിത്തമാകർണ്യ കാകുൽസ്ഥനും ദൽക്ഷണേ. മുമ്പിലമ്മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളിടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടാമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിടിനാൻ. മധ്യേ സമുദ്രം ത്രികുടാചലം വളർന്നത്യുന്നതാമതിൽ മൂർധനി ലങ്കാപുരം. പ്രാണഭയമില്ലായാത ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കലുമുണ്ടതീ ശോഭിതമായ 17 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ. 7നും 4 ഗോപുരം ഭക്തിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടദ്യഗാധമായി ചൊല്ലുവാൻ വേലയന്ത്രപാലവന്തിയും. അണ്ടർകോൻ ദിക്കിലെ ഗോപുരം കാപ്പതീനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുണ്ടൊരു 1,00,00,000 നിശാചരർ. ദിക്കുകൾ 4ലുമുള്ളതിലർത്ഥമുണ്ട ഉഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്ധാംപുരം കാപ്പതിന്നുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും അജ്ഞനാശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരാജിതാലങ്കാരഭേദമാ തങ്കാപഹം പറയാവല്ലനന്ദനും. തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പീതോദ്യാനദേശേ മനോമോഹനേ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ. അങ്കുലീയം കൊടുത്ത ശുശ്രൂചൂടാരത്നാമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു
അതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലന അക്ഷാകുമാരനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ. മന്നവാലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ. കൊല്ലുക വൈകാതിവനെ എന്നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെയാരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ ബാലതിക്കഗ്നി കൊളുത്തുവാൻ. സ്നേഹവാസഭുജം പൊതിഞ്ഞവ രഗ്നി കൊളുത്തീനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേനിരുന്നൂറു യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവാലങ്കയിലുള്ള പടയിൽ 4 മുടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടു മിനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോക്ഷം മഹാ പ്രസ്ഥാനമാശു ഗുരു വിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഘേന ലങ്കാപുരിക്കു ശങ്കാഭകം ലംഘനം ചെയ്തു നഗ്നഞ്ചരനായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി. കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന ഹുംകൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ. പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്രാപരം പുരുഷ പ്രഭോ. അജ്ഞാഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സജ്ഞാത കൗതുകം സംഭാവ്യ സാദരം. അജ്ഞസാസുഗ്രീവനോടരുൾ ചെയ്തിതു ഹഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനാർച്ചാമം മൂലം ഹിതപ്രദം. ദക്ഷിണാനേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സസ്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും വൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക. രംഭ പ്രമാദി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി ഖണ്ഡവുമേറിമൽ പിമ്പേ സുമിത്രാത്മജനങ്കദോപരി. സുഗ്രീവനെ പിന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനനാം മൈന്ദൻ വിവിധനും.
പങ്കജ സംഭവാസുനോ സുഷേണനും തുങ്കൻ നളനും ശതാബലിധാരനും ചൊല്ലുള്ള വാനരനായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടും. ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആദു വിളിച്ചു കളിച്ചും പുളച്ചു ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയം. രാത്രീഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും ഭക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലീ ശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നുത്തരതീരവും പൊക്കോ മഹേന്ദ്രാചലാന്തികേ മേവിനാർ. മാരുതി തന്നെ ഖണ്ഡദേശേ നിന്നു പാരിയിലിറങ്ങി രഘുനാഥനും താരേയ കണ്ഠമർന്ന സൗമിത്രിയും പാരിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമാതീരം പ്രവേശിച്ചപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയുമൊത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു. പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രീഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ ഏവാമരുൾ ചെയ്തു സന്ധ്യയും വന്നിച്ചു. മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു. മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗഹ ഭയങ്കരാമെത്രയോ മുഗ്രം വരുണാലയം ഭീമാനി സ്വനം അത്യുന്നതാതരംഗാഢ്യമഗാധമേ ഏതുത്തരണം ജൈവതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായ കവികളോ മന്ദബുദ്ധ്യാ രാമാപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രാമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖാകർഷഭയ ക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമാജന്മാദികൾ അഞ്ജനാ
ലിംഗത്തിനുള്ളവയങ്ങനെ സുജ്ഞാനരൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കണ്ടിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രാസാദത്തിങ്കലില്ല രണ്ടേതുമേ സാമ്പ്രതി നിത്യാമനാമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരമ്പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതു മൊക്കയോർത്താലനുബുധന്മാരുടെ മതം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലുയേടുമടിയാതെ ശാരിക പൈതൽ താനും വന്നേച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.